സുദിനമിത ആഗതമായി സഹോദരരെ. തിരുവവതാര സുദിനമിത ആഗതമായി സഹോദരരെ. ഒരുമിച്ചിടാൻ നമ്മൾക്ക് ഒന്നായി നിന്നു പ്രവർത്തിക്കാം. ഒരുമിച്ചിടാം നമ്മൾക്ക് ഒന്നായി നിന്ന് പ്രവർത്തിക്കാം. ഉന്നതനായ ഗുരുവിന്റെ തിരുനാമത്തെ അറിയിക്കാൻ. ഉന്നതനായ ഗുരുവിന്റെ തിരുനാമത്തെ അറിയിക്കാൻ. ഉന്നതമായ കർമ്മങ്ങൾ അനുവർത്തിക്കാൻ നമ്മൾക്ക്. ഉന്നതമായ കർമ്മങ്ങൾ അനുവർത്തിക്കാം നമ്മൾക്ക്. ഉന്നതമായിതു കർമ്മിക്കാൻ ഒത്തൊരുമിക്കാം നമ്മൾക്ക്. ഉന്നതമായിതു കർമ്മിക്കാൻ ഒത്തൊരുമിക്കാം നമ്മൾക്ക്. അറിവിൻ പൂർണ്ണത അറിവായി ലോകത്തിൽ അറിയിച്ചിടാം. അറിവിൻ പൂർണ്ണത അറിവായി ലോകത്തിൽ അറിയിച്ചിടാം. പൂരമായി വന്നല്ലോ പൂർണ്ണത ഓതിത്തന്നല്ലോ. പൂരമായി വന്നല്ലോ പൂർണ്ണതയോതി തന്നല്ലോ. പൂർണ്ണമായി തീർന്നിടാൻ ഒത്തൊരുമിക്കാം നമ്മൾക്ക്. പൂർണ്ണമായി തീർന്നിടാൻ ഒത്തൊരുമിക്കാം നമ്മൾക്ക്. അണിയണിയായി ചേർന്നിടാം അറിവിൽ നിത്യം ചേർന്നിടാം. അണിയണിയായി ചേർന്നിടാം അറിവിൽ നിത്യം ചേർന്നിടാം. നിരനിരയായി കർമ്മിക്കാം നിയമത്തിൽ പ്രവർത്തിക്കാം. നിരനിരയായി കർമ്മിക്കാം നിയമത്തിൽ പ്രവർത്തിക്കാം. തിരുവവതാര സുദിനമിത ആഗതമായി സഹോദരരെ. ഒരുമിച്ചിടാം നമ്മൾക്ക് ഒന്നായി നിന്ന് പ്രവർത്തിക്കാം. ഒരുമിച്ചിടാം നമ്മൾക്ക് ഒന്നായി നിന്നു പ്രവർത്തിക്കാം. പരമഗുരുവേ പരിശുദ്ധ ബോധമേ അഗതികൾക്കാശ്രയം തൃപ്പാദമേ. പരമഗുരു പരമഗുരുവേ പരിശുദ്ധ ബോധമേ അഗതികൾക്കാശ്രയം തൃപ്പാദമേ. ജീവനിൽ തുണയേ പരമാത്മ പാദമിൽ നടിയങ്ങൾ വന്നിക്കുന്നേ. ജീവനിൽ
പരമഗുരുവിൻ്റെ ശിഷ്യരായി ജീവിക്കുവാൻ പരമഭാഗ്യം ലഭിച്ച എൻ്റെ ഓമനമിത്രങ്ങളെ, ഇന്ന് നമ്മുടെ സർവജ്ഞാനോത്സവത്തിൻ്റെ 3-ാം ഉത്സവ ദിനമാണ്. സർവശക്തിയും ദേവീ ദേവന്മാരും ദൂത പരമ്പരകളും ഒന്നിച്ചിറങ്ങി വന്ന് ലോകരക്ഷ ചെയ്ത സുവർണ കാലഘട്ടം വീണ്ടും അനുസ്മരിക്കുവാൻ ദൈവം തന്നെ മാറി മാറി ദേഹങ്ങളിൽ വാഴ്ച ചെയ്തുകൊണ്ട് ആത്മലോകത്തെ അനുഗ്രഹിക്കുന്ന ഈ അസുലഭമായ വേളയിൽ സർവശക്തി ഈ ലോകത്തിൽ അവതാരമായി വന്നു എന്നും തനിക്ക് മരണമില്ല എന്നും മാറ്റമില്ലാതെ ലോകാന്ത്യം വരെ വാഴുമെന്നും ആദ്യ തിരുവുടലിരുന്ന് കൽപ്പിച്ചപ്പോൾ സൂക്ഷ്മാവസ്ഥയിൽ ഇതിനെ അറിയുവാൻ കഴിവില്ലാത്ത, അറിവ് കൊണ്ട് ആത്മാവായി തീരാത്ത സന്താനങ്ങൾ സന്ദേഹിച്ചു, അവിശ്വസിച്ചു. ആ അവിശ്വാസത്തെ മാറ്റി വിശ്വാസത്തിൽ ഉറപ്പിക്കുവാൻ താൻ തന്നെ തിരിച്ചു വന്ന് ഉന്നതമായി വാണിരുന്ന വാഴ്ചയാണ് ഉത്രാടത്തിൽ 26 സംവത്സരക്കാലം ആത്മലോകം കണ്ടറിഞ്ഞ് അനുഭവിച്ചത്. ആ അനുഭവ സുഖങ്ങളെ ആ കാലത്ത് കണ്ടിട്ടുള്ളവർക്ക് ആർക്കും മറക്കാവതല്ല. അങ്ങനെ അവർണ്ണനീയമായ പരമാനന്ദത്തിൽ ആത്മലോകത്തെ വളർത്തിയ ആനന്ദരൂപൻ്റെ ആ രൂപം ഒന്നുകൂടി ഒരുക്കി ഇവിടെ പ്രതിഷ്ഠിച്ചുകൊണ്ടാണ് നമ്മൾ ഇപ്രാവശ്യത്തെ ഈ സർവജ്ഞാനോത്സവം ആരംഭം കുറിച്ചത്. ഈ രൂപം നിങ്ങളെല്ലാവരും കണ്ടോ? ഇത് വീണ്ടും മനോഹരമായിരിക്കുന്നു. ഭഗവത് ചൈതന്യം പൂർണ്ണമായും അതിൽ നിന്ന് അറിയുവാൻ, അനുഭവിക്കുവാൻ കഴിയുന്നുണ്ട് എന്ന് പൂർണ്ണമായി സമ്മതിക്കുന്നവരത് കൈയുയർത്തി കണ്ടാൽ മതി വരുമോ തിരുനാമം കേട്ടാൽ മതിയാകുമോ? കണ്ടാൽ മതി വരുമോ തിരുനാമം കേട്ടാൽ മതിയാകുമോ? കോടാനു കോടിയിലധികമാം പ്രഭയുള്ള
ആനന്ദരൂപൻ എൻ്റെ ആത്മാവിൽ വാഴുന്നു. ഭക്തിയായി സ്തോക്കുന്നു, നന്ദിയായി സ്തുതിക്കുന്നു. ആനന്ദരൂപൻ എൻ്റെ ആത്മാവിൽ വാഴുന്നു. ആത്മലോകത്തെ ആനന്ദരാജ്യത്തിൽ എന്നും നിലനിർത്തുവാൻ ഓരോ നിമിഷവും ആ ആനന്ദമാർഗത്തെ ഉപദേശിച്ചുകൊണ്ടാണ് സർവശക്തി തിരിച്ചു വന്നു വാണിരുന്നത്. ഓരോ തിരുവുടലിലും അതുതന്നെയാണ് തുടരുന്നത്. പുരാണത്തിലും മകയിരത്തിലും കണ്ടതെല്ലാം അതുതന്നെയാണ്. പക്ഷേ ഈ അറിവ് ഗ്രഹിച്ച് അറിവ് കൊണ്ട് ആത്മാവായി ജീവിക്കുന്നവർക്ക് മാത്രമേ തൻ്റെ രൂപത്തെ കാണുവാനും അതിൻ്റേതായ നിലയും വിലയും അറിഞ്ഞ് ഒത്തു നിൽക്കുവാനും യാതൊരു വിമർശന ബുദ്ധിയുമില്ലാതെ എന്ത് പറഞ്ഞാലും ആദരസമന്വിതം സ്വീകരിച്ചുകൊണ്ട് ജീവിക്കുവാനും കഴിയുള്ളൂ. അപ്രകാരം അനുഭവമാക്കിയ പൊന്നുതിരുമേനിയുടെ ഈ 100ാമത് ജന്മനക്ഷത്ര മഹോത്സവം ഇത്ര മഹനീയമായ എല്ലാം ഒരുക്കി നടത്തുവാൻ പ്രകൃതിയിൽ കൂടി എല്ലാം ജഗദീശൻ ഒരുക്കി തന്നതാണ്. അത്ഭുതകരമായ ഇതിൻ്റെ ഒരുക്കങ്ങൾ, എന്തെല്ലാം ഒരുക്കങ്ങളാണ് പ്രകൃതിയിൽ കൂടി അങ്ങനെ രൂപപ്പെട്ടു വരുന്നത്. പണ്ട് ഒരു പഴമൊഴി പറയാറുണ്ട്, പുഴു ഇഴഞ്ഞ അക്ഷരമായി എന്ന്. പുഴു ഇങ്ങനെ ഇഴഞ്ഞു പോകുമ്പോൾ അതിനൊരു നനവുണ്ട്, ആ നനവ് കൊണ്ടൊരു അക്ഷരം പോലെ ആയിത്തീരുക, അതാണ് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞതുപോലെയാണ് ഇവിടെ പല കാര്യങ്ങളും അത്ഭുതമായിട്ട് ഓരോ വഴിയിൽ കൂടി അങ്ങനെ ഒരുങ്ങുകയാണ്. അപ്പോൾ നമ്മൾ ഈ പരിപാടി നടക്കുമ്പോൾ വെളിയിൽ നിന്ന് ആരെയെങ്കിലുമൊക്കെ കൊണ്ടുവന്നതെന്ന് അറിയിക്കണം എന്ന് ഞാൻ നമ്മുടെ ഗീതാൻ സ്വാമിയെ അറിയിച്ചു. ഇപ്പോൾ പല സ്ഥലങ്ങളിൽ നിന്നും ആളുകളെ സ്കൂളുകളിലൊക്കെ പോയി പല ആളുകളെയും വിളിച്ചു കൊണ്ടുവന്ന് 2 ദിവസമായി ഇഷ്ടംപോലെ കുഞ്ഞുങ്ങൾ വരുന്നുണ്ടായിരുന്നു. ആദ്യത്തെ ദിവസം നമ്മുടെ ഈ തെക്കേ സ്കൂളിലെ കുഞ്ഞുങ്ങളാണ് വന്നത്. കഴിഞ്ഞ ദിവസം 2 സ്കൂളുകളിലെ കുഞ്ഞുങ്ങളും പഠിക്കുന്ന ഈ TTC പഠിക്കുന്ന അധ്യാപകരാകാൻ പഠിക്കുന്നവരും ഉണ്ടായിരുന്നു. അതെല്ലാം നടക്കും. ഇന്ന് ഞായറാഴ്ചയായിട്ട് സ്കൂളുകളൊക്കെ അവധിയാണ്, ആരും കാണുകയില്ല എന്ന് വിചാരിച്ചു. നോട്ടീസിൽ ആരുടെയും പേരും വെച്ചിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഇന്ന് രാവിലെ സ്വാമിയെ വിളിച്ച് 2 കൂട്ടർ പറഞ്ഞു, ഞങ്ങൾ വരുന്നുണ്ട് ഇതിൽ പങ്കെടുക്കാൻ വേണ്ടി എന്ന് വിളിച്ചറിയിച്ചിരിക്കുകയാണ്. അപ്പോൾ ആരാണിതെല്ലാം ഒരുക്കുന്നത്, എങ്ങനെയാണ് ഇതൊക്കെ നടക്കുന്നത്? ഒരുങ്ങിയാൽ ഒരുക്കുവാൻ ഒരുവനുണ്ട്, ഒരിക്കലും പിരിയാത്ത സർവശക്തി. ആ സർവശക്തി ഉള്ളും കുറവുമായി നിന്നുകൊണ്ട് നടത്തുന്നതാണ് സർവജ്ഞാനോത്സവം. നമുക്ക് ആഘോഷിക്കാം, ഉത്സവം ആഘോഷിക്കാം, ജ്ഞാനോത്സവം ആഘോഷിക്കാം. ഉത്സവം ആഘോഷിക്കാം, ജ്ഞാനോത്സവം ആഘോഷിക്കാം. സർവജ്ഞാനോത്സവത്തെ ആത്മാവിൽ ആഘോഷിക്കാം. ഇഹപരലോകത്തിന്റെ ഉടമസ്ഥൻ നടത്തുന്ന ഈ ഉന്നതമായ ആഘോഷത്തിൽ പങ്കെടുക്കുവാൻ ഇന്നേ ദിനത്തിൽ എത്തിച്ചേർന്നിരിക്കുന്ന നിങ്ങളെല്ലാം ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധനാകുന്ന പരമഗുരുവിൻ്റെ പരിപൂർണ വാഴ്ചയാണ് ഈ ലോകത്തിൽ. പരിശുദ്ധനാകുന്ന പരമഗുരുവിൻ്റെ പരിപൂർണ വാഴ്ചയാണ് ഈ ലോകത്തിൽ. ശുഭമായ ആനന്ദ
അല്ലെങ്കിൽ അതിർത്തിയില്ലാത്ത പരമാനന്ദത്തെ ആത്മാവിൽ അനുഭവമാക്കുവാൻ അവതാരമായി വന്ന ഗുരുവാണ് ശുഭാനന്ദം. പരമാനന്ദത്തെ ആത്മാവിൽ അനുഭവമാക്കുവാൻ തിരുവതാരമായി വന്ന ഗുരുവാണ് ശുഭാനന്ദം. അതിരില്ലാത്ത എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അതിരില്ലാത്ത എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ആദിയും അന്തവും ഇല്ലാത്തതെന്നാണ്. ആദിയും അന്തവും അതുകൊണ്ടാണ് ആദി അന്താനന്ദമേ മഹാത്മ്യബോധം ആദി അന്താനന്ദമേ ആദ്യന്തവിഹീനനായ ദൈവം അവതാരമായി വന്നു നിന്നുകൊണ്ടാണ് ഈ അതിർത്തികളൊക്കെ വെച്ചുകൊണ്ട് പെരുമാറുന്നത്. എന്താണ് തന്റെ അതിർത്തി? എന്താണ്? ഒരു മർത്യദേഹത്തിലേക്ക് ഒതുങ്ങിയിരിക്കുന്നു എന്നുള്ളത് ആദ്യത്തെ അതിർത്തിയാണ്. സ്വയം രൂപപ്പെട്ടതാണ്, അല്ലാതെ ആർക്കും അതിലേക്ക് പിടിച്ചു വെക്കാൻ കഴിയുന്നതല്ല. എന്തുകൊണ്ട്? സർവത്തിലും വാഴുന്നതും സർവ്വതുമായി വാഴുന്നതും താൻ തന്നെയാണ്. തന്നിൽ നിന്നല്ലാതെ ഒരു പ്രകൃതിയുമില്ല. ആ പ്രകൃതിയിൽ നിൽക്കുന്ന ഒരു രൂപത്തിലേക്ക്, അഥവാ സമ്പൂർണ്ണ സൃഷ്ടിയായ മനുഷ്യനിലേക്ക് ഇപ്രകാരം ഒതുങ്ങി ഒരുങ്ങി വാഴുന്നു എന്ന് പറയുന്നത് തന്നെ താൻ സ്വയം ഉണ്ടാക്കിയ ഒരു അതിർത്തിയാണ്. പക്ഷേ ഇതിന് അതിർത്തി ഉള്ളതാണോ? അല്ല. പക്ഷേ ഈ അതിർത്തിയിലേക്ക് വന്നപ്പോൾ, അഥവാ രൂപം ധരിച്ചു വന്നപ്പോൾ പലർക്കും തോന്നിയോ ഇത് ഒരു മനുഷ്യനാണ് അല്ലെങ്കിൽ ഒരു സ്വാമിയാണ് എന്നൊക്കെ ഒരു ചിന്ത വന്നു. ആ ചിന്തയാണ് പലരും ആക്ഷേപിക്കാനും പരിഹസിക്കാനും ഒക്കെ ഇടയായി തീർന്നത്. ആ രൂപത്തിൽ നിന്നുകൊണ്ട് തന്നെ, ആ ആക്ഷേപങ്ങളൊക്കെ സഹിച്ചുകൊണ്ട് തന്നെ പറയേണ്ടതൊക്കെ ഇവിടെ പറഞ്ഞു വെച്ചിട്ടാണ് പോയത്. എന്തുകൊണ്ട്? താൻ പറയാനായി വന്നതാണ്. ആക്ഷേപിച്ച് പറഞ്ഞത് എന്താണ്? പറയൻ സ്വാമി എന്നാണ്. അക്ഷരാർത്ഥത്തിൽ അത് ശരിയാണ്. ഒരു ദീർഘത്തിന്റെ കുറവേ ഉള്ളൂ. പറയാനായി പറയൻ വന്നു പരമാർത്ഥങ്ങൾ പറയുന്നു. പറയാനായി പറയൻ വന്നു പരമാർത്ഥങ്ങൾ പറയുന്നു. എന്താണ് പറയാൻ വന്നത്? ഉത്ഭവജ്ഞാനമാണ് പറയാൻ വന്നത്. ഈ ഉത്ഭവസ്ഥാനവും ഉത്ഭവജ്ഞാനവും അറിയാത്തത് കൊണ്ടാണ് ആത്മാക്കൾ ഇങ്ങനെ ദുഃഖത്തിൽ കഴിയുന്നത്. അതിനുവേണ്ടി ജന്മാന്തരജ്ഞാനം രൂപപ്പെടുത്തി അത് ആത്മാവിലേക്ക് ഭവിപ്പിച്ചു. അങ്ങനെ അത് ഭവിച്ചവരൊക്കെ തന്റെ ശിഷ്യരായി തീർന്നു. ആ ശിഷ്യരായി നിന്നവരൊക്കെയാണ് തന്നെ പൂജിച്ചത്, തന്നെ ആശ്രയിച്ചത്, തന്നെ ആരാധിച്ചത്, തന്നെ അവലംബമായി കണ്ടത്. അങ്ങനെയുള്ളവരെ ചേർത്ത് നിർത്തി ഒരു സംഘം രൂപീകരിച്ചു. ഹൃദയശുദ്ധിയുള്ളവരുടെ സംഘം, പരിശുദ്ധന്മാരുടെ സംഘം, ആത്മബോധോദയ സംഘം. ഇതു ആത്മാവിൻ രക്ഷയ്ക്കായി സ്ഥാപിച്ചു തന്നു ആത്മബോധോദയ സംഘം. സ്ഥാപിച്ചു തന്നു ആത്മബോധോദയ സംഘവും. ആത്മാവിൻ്റെ ഉടമ
തന്നു സ്ഥാപിച്ചു തന്നു ആത്മാവിൻ്റെ ഉടമസ്ഥൻ വന്നു ആത്മാവിൻ്റെ ഉടമസ്ഥൻ വന്നു ലോകേ ആത്മാവായി വന്നു സ്ഥാപിച്ചു തന്നു സ്ഥാപിച്ചു തന്നു ആത്മാവിൻ്റെ ഉടമസ്ഥൻ വന്നു ആത്മാവിൻ്റെ ഉടമസ്ഥൻ വന്നു ലോകേ ആത്മാവായി നിന്നു സ്ഥാപിച്ചു തന്നു സ്ഥാപിച്ചു തന്നു ആത്മാവിൻ്റെ ഉടമസ്ഥൻ വന്നു അന്നും ഇന്നും എന്നും അന്നും ഇന്നും എന്നും ആത്മബോധോദയ സംഘാംഗങ്ങൾ ആരായിരിക്കും? ആത്മബോധോദയ സംഘാംഗങ്ങൾ ആരായിരിക്കും? പരിശുദ്ധന്മാരെ ഗോപിച്ചു താരാസ്തുതി നടത്തട്ടെ പരിശുദ്ധന്മാരെ ഗോപിച്ചു താരാസ്തുതി നടത്തട്ടെ ദേവന്മാരും ദേവിമാരും ഒത്തു ചേർന്ന് സ്തുതിക്കട്ടെ പരിശുദ്ധമായൊരു ഹൃദയം രൂപപ്പെട്ടാൽ ദേവന്മാരും ദേവിമാരും ഇവർക്ക് പരിസേവിതരായി നിൽക്കും. ഒത്തുചേരുക എന്ന് പറയുന്നത് അതാണ്. പിന്നെ യാതൊരു അസ്വസ്ഥതയും ആർക്കും ഉണ്ടാവുകയില്ല. എല്ലാവരും സ്വസ്ഥരായി തീരുകയാണ്. ആ സ്വസ്ഥ മാനസങ്ങളിലാണ് ചിത്തസ്വരൂപനാകുന്ന ഗുരുവിന്റെ എഴുന്നള്ളത്ത്. അങ്ങനെ എഴുന്നള്ളി ആനന്ദിക്കുവാനുള്ള വഴി ഒരുക്കിക്കൊണ്ടാണ് ആത്മബോധോദയ സംഘം സ്ഥാപിച്ചിരിക്കുന്നത്. വന്നുപോയി അതല്ല. ആത്മാവിൽ സ്വീകരിക്കണം. ആരെ സ്വീകരിക്കണം? അവതാരം അറിയിക്കുന്ന അറിവിനെ സ്വീകരിക്കണം. സൂര്യന്റെ പ്രകാശത്തിൽ കൂടി സൂര്യനെ കാണുന്നത് പോലെ അവതാര ഗുരുവിൽ നിന്ന് അറിവായി അനുവദിച്ചു തരുന്ന അറിവിനെ സ്വീകരിച്ച് ആ അറിവിൽ കൂടി ജീവിതം ചെയ്യുന്നവർക്ക് അവതാര രൂപത്തെ കാണാൻ കഴിയും. അങ്ങനെയുള്ളവർ ഒത്തുചേർന്ന് പ്രവർത്തിക്കുന്നതാണ് ആത്മബോധോദയ സംഘം. നമുക്ക് ഒത്തൊരുമിച്ച് ആനന്ദിക്കുവാൻ തന്ന സൗഭാഗ്യമാണ് ആത്മബോധോദയ സംഘം. പക്ഷേ ആദ്യകാലത്ത് ഈ മഹാസത്യം തിരിച്ചറിയാത്ത ജനക്കൂട്ടം വളരെയേറെ ദുഃഖിപ്പിച്ചു, വളരെയേറെ ശത്രുത പുലർത്തി. സന്താനങ്ങൾക്ക് വെളിയിലിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥ വരെ ഉണ്ടായി. ഒത്തുചേർന്ന് ആരാധനകൾ നടത്താൻ പറ്റാത്ത അവസ്ഥകൾ ഉണ്ടായി. ആ തിരു ശരീരം ഉപേക്ഷിച്ചു പോകുമ്പോൾ അനേകം സന്താനങ്ങൾ കണ്ണുനീരോടെ ഭഗവാനെ നോക്കി കരഞ്ഞു. കാരണം വീണ്ടെടുക്കാൻ മറ്റാരുമില്ല, ആശ്വാസം പകരുവാൻ ആരുമില്ല. 12 വർഷങ്ങൾക്ക് ശേഷം ആദ്യ ശരീരത്തിൽ ഇരുന്ന് കൽപ്പിച്ച കൽപ്പന പ്രകാരം ആ മഹാശക്തി തന്നെ വീണ്ടും ഉദയമായി. ഉന്നതമായ ഉത്രാടത്തിലേക്ക് ഉദയമായി ഇരുന്നു കൊണ്ട് പറയനല്ല പരംപുരുഷൻ പരമാത്മാവെന്നറിയണോ, പറയനല്ല പരംപുരുഷൻ പരമാത്മാവെന്നറിയണോ, പറയനല്ലു പരിഹസിച്ച പരമാത്മാവിനെ കാണുകില്ല. പറയനല്ല പരംപുരുഷൻ പരമാത്മാവെന്നറിയണോ, പറയനല്ല
വെച്ചിരിക്കുന്നത് എന്താന്ന് മനസ്സിലായോ? ഇപ്പോഴും ഇവിടെ ക്രോസ് വെച്ചിരിക്കുന്നത് ഖഡ്ഗിയെ കാണണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ, കളങ്കം മാറണം, നിഷ്കളങ്കരാകണം. ആ പറയാനല്ലെന്നും ആ പരമാത്മാവാണെന്നൊക്കെ ഘോഷിക്കുന്നതുകൊണ്ട് അർത്ഥമില്ല. കളങ്കം മാറിയെങ്കിലേ ആരെ കാണാൻ പറ്റൂ? കളങ്കം മാറി കലിയുഗത്തിലെ ഖഡ്ഗിയെ നാം കാണുക. ആ അങ്ങനെ പ്രഖ്യാപിച്ചുകൊണ്ട്, പറയാനല്ല പരംപുരുഷൻ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഉത്രാടത്തിൽ ഉദയമായി ഇന്ന് പ്രവർത്തിച്ചതിന്റെ ഫലമാണ് ഇന്ന് ആത്മബോധോദയ സംഘം ലോകം അംഗീകരിക്കുവാൻ തക്ക വിധത്തിലേക്ക് വളർത്തപ്പെട്ടത്. ആത്മബോധോദയ സംഘം ഉള്ള കാലത്തോളം ആ തിരുനാമവും തിരുരൂപവും ആർക്കും മറക്കുവാൻ കഴിയുന്നതല്ല. ആ വളർച്ചയുടെ കാലഘട്ടം തുടർന്ന് ഇങ്ങോട്ട് പുരാണത്തിലും മകയിരത്തിലും അത് തുടർന്നുകൊണ്ടേയിരുന്നു. ഇന്നും അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ കോടാനുകോടി സ്വത്തുക്കൾ ഉണ്ടായാലും, ലോകം മുഴുവൻ ആത്മബോധോദയ സംഘത്തിന്റെ പേരിൽ എഴുതി വാങ്ങിച്ചാൽ, ലോകം മുഴുവനുള്ള ജനങ്ങൾ ആത്മബോധോദയ സംഘാംഗങ്ങളായി ജീവിച്ചാലും, ആദ്യകാലത്തുണ്ടായിരുന്ന പട്ടിണിയും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ദുഃഖങ്ങളും ശത്രുപീഡകളും ഒരു കാലത്തും ആരും മറക്കുവാൻ പാടില്ലാത്തതാകുന്നു. ഒരു കാലത്തും മറക്കുവാൻ പാടില്ലാത്തതാകുന്നു. എന്തുകൊണ്ട്? ആ മഹാത്യാഗത്തിൽ നിന്നുകൊണ്ടാണ് ഇതിന്റെ രൂപം കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ത്യാഗത്തിന്റെ പരിപൂർണതയാണ്. അതുകൊണ്ട് ത്യാഗത്തിൻ പൂർണ്ണത കണ്ടുണർന്നു വേണം ആത്മലോകം ഈ ആത്മബോധോദയ സംഘത്തിൽ ജീവിക്കുവാൻ. അങ്ങനെ ജീവിക്കുവാനുള്ള വഴി വ്യക്തവും സുദൃഢവുമായി ആത്മലോകത്തിലേക്ക് അനുഭവമാക്കിക്കൊണ്ട് ആനന്ദരൂപനായി വാണിരുന്ന മുന്ന തിരുമേനിയെ നമുക്ക് വീണ്ടും വീണ്ടും ഓർത്തുകൊണ്ട് സ്തുതിക്കാം. ഈ സർവജ്ഞാനോത്സവ വേളയിൽ നമ്മൾ സർവദാ ഓർക്കുന്നത് ആ തിരുനാമമാണ്, ആ ആനന്ദ വാഴ്ചയാണ്. ആ മഹാരൂപത്തെ, ആ വർണ്ണ മനോഹരമായ രൂപത്തെ, കണ്ടാൽ മതിവരാത്ത രൂപത്തെ, ആ തേനോലും ഭൂപുഞ്ചിരിയെ, ആ മധുരോദാരമായ ശബ്ദങ്ങളെ, ആ സ്നേഹ തലോടലുകളെ, ആ സ്നേഹ ശബ്ദങ്ങളെ, കാരുണ്യ വർഷങ്ങളെ, മഹാകീർത്തന ധാരയെ, ആനന്ദ നടനത്തെ ഒരു നേരം ഒരു നോക്ക് കണ്ടവർക്കാർക്ക് മറക്കുവാൻ കഴിയുന്നതല്ല. ഇനിയും വീണ്ടും ജീവിക്കുന്നവർക്കെല്ലാം, ലോകാന്ത്യം വരെ ഉള്ളവർക്ക് കാണുവാൻ തക്ക വിധത്തിൽ വീണ്ടും വീണ്ടും ശരീരത്തിൽ കൂടി അത് ആവർത്തിക്കുന്നു എങ്കിലും അന്ന് കണ്ടതും അന്ന് അനുഭവിച്ചതും മറക്കുവാൻ പാടില്ലാത്തതാണ്. അതുകൊണ്ട് നമുക്ക് നന്ദിയോടെ സ്തുതിക്കാം, ഭക്തിയോടെ സ്തുതിക്കാം, ഉന്നതമായ കർമ്മങ്ങളെല്ലാം നടത്താം. പാലാഴിവാസന്റെ കാരുണ്യമല്ലോ, പാലാഴിവാസന്റെ കാരുണ്യമല്ലോ, പാവനമായൊരു ജീവിതം തന്നു,
ഉന്നതമായ വാഴ്ച, മാറ്റമില്ലാത്ത മഹാശക്തിയുടെ ഉന്നതമായ ലോകത്തിൽ അത്ഭുതമായി വിശ്വസിച്ചുറപ്പിച്ച ലോകത്തിൽ അത്ഭുതമായി വിശ്വസിച്ചുറപ്പിച്ച ആ ഉന്നത വാഴ്ചയെ ആ ഉന്നത വാഴ്ച നമുക്ക് എന്നും സ്തുതിക്കാം, എപ്പോഴും സ്തുതിക്കാം. എന്നും സ്തുതിക്കാം, എപ്പോഴും സ്തുതിക്കാം. മാറ്റമില്ലാതെ വാഴുന്ന ശക്തിയെ കണ്ടു സ്തുതിക്കാം. മാറ്റമില്ലാതെ വാഴുന്ന ശക്തിയെ കണ്ടു ഓരോ സ്തുതിക്കാം. തിരുവുടലിലെയും വാഴ്ചകളെ ഓർത്ത് സ്തുതിക്കാം. ഓരോ തിരുവുടലിലെയും തിരുവാഴ്ചകളെ ഓർത്ത് സ്തുതിക്കാം. അനുഭവമാക്കിയ ആനന്ദത്തെ ഓർത്ത് സ്തുതിക്കാം. അനുഭവമാക്കിയ ആനന്ദത്തെ ഓർത്ത് സ്തുതിക്കാം. കാരുണ്യത്തെ ഓർത്ത് സ്തുതിക്കാം. കാരുണ്യത്തെ ഓർത്ത് അനുഗ്രഹത്തെ ഓർത്ത് സ്തുതിക്കാം. അനുഗ്രഹത്തെ ഓർത്ത് സ്തുതിക്കാം. സ്നേഹലാളനകളെ ഓർത്ത് സ്തുതിക്കാം. സ്നേഹലാളനകളെ വർണ്ണിച്ചാലും വർണ്ണിച്ചാലും മതിവരാത്ത ആ വർണ്ണനീയമായ രൂപത്തെ കണ്ടു സ്തുതിക്കാം. വർണ്ണിച്ചാലും വർണ്ണിച്ചാലും മതിവരാത്ത അവർണ്ണീയമായ തിരുരൂപത്തെ കണ്ട് ഈ സ്തുതിക്കാം. പരമാനന്ദ രാജ്യത്തിൽ പരമാനന്ദരായ എന്നും ജീവിക്കുവാൻ എന്നും ഈ ജീവിക്കുവാൻ സ്മരണകളോടെ ഈ സ്മരണകളോടെ നന്ദിയോടെ നന്ദിയോടെ സത്യജീവിതം ചെയ്ത് സത്യജീവിതം എന്നും ജീവിക്കുവാൻ എന്നും ജീവിക്കുവാൻ മഹാശക്തി നിങ്ങളെല്ലാം കരുതുമാറാകട്ടെ. മഹാശക്തി നമ്മളെല്ലാം കരുതുമാറാകട്ടെ. തുടർന്ന് വരുന്ന ദിനങ്ങളിൽ തുടർന്ന് വരുന്ന ദിനങ്ങളിൽ ഉന്നതമായ കർമ്മങ്ങൾ രൂപപ്പെടുത്തിയിരിക്കുന്നു. ഉന്നതമായ കർമ്മങ്ങൾ രൂപപ്പെടുത്തി ഏറ്റവും വിശേഷമായി നമുക്ക് നടക്കാനുള്ളത് 3 ഘോഷയാത്രകളാണ്. ഏറ്റവും വിശേഷമായി നമുക്ക് നടക്കുവാനുള്ളത് 3 ഘോഷയാത്രകളാണ്. ഒന്ന് രഥവാഹന ഘോഷയാത്ര, രഥവാഹന ഘോഷയാത്ര, അന്ന് തന്നെ പ്രകാശയാത്ര, അന്ന് തന്നെ പ്രകാശയാത്ര, ജന്മനക്ഷത്ര ദിനത്തിൽ ജന്മനക്ഷത്ര ഘോഷയാത്ര, ജന്മനക്ഷത്ര ദിനത്തിൽ ജന്മനക്ഷത്ര ഘോഷയാത്ര, അന്നേ ദിവസം പ്രഭാതത്തിലാണ് അന്നേ ദിവസം പ്രഭാതത്തിലാണ് നമ്മുടെ മഹാഗോപുരത്തിലേക്ക് മഹാഗോപുരത്തിലേക്ക് ആ ദിവ്യ മനോഹര കോമള രൂപത്തെ പ്രതിഷ്ഠിക്കുന്നത്. ദിവ്യമനോഹര കോമള രൂപത്തെ പ്രതിഷ്ഠിക്കുന്നത്, ലോകത്തെ രക്ഷിക്കുവാൻ, ലോകത്തെ രക്ഷിക്കുവാൻ, ആത്മമോക്ഷം ദാനം ചെയ്യുവാൻ ആത്മമോക്ഷം ദാനം ചെയ്യുവാൻ, അവതാരമായി വന്ന ശുഭാനന്ദ രൂപത്തെ അതിലേക്ക് പ്രതിഷ്ഠിക്കുകയാണ്. അവതാരമായി വന്ന ശുഭാനന്ദ ദിവ്യരൂപത്തെ അതിലേക്ക് അതോടുകൂടി അതോടുകൂടി ഉന്നതമായ ഈ മഹാഗോപുരത്തിന്റെ വിലയും നിലയും വീണ്ടും വർദ്ധിക്കുകയാണ്. ഉന്നതമായ മഹാഗോപുരത്തിന്റെ നിലയും വിലയും വീണ്ടും വർദ്ധിക്കുകയാണ്. അത് വിലമതിക്കാനാകാത്തതാണ്, അത് വിലമതിക്കുവാനാകാത്തതാണ്, വർണ്ണിക്കാനാകാത്തതാണ്. വർണ്ണിക്കുവാനാകാത്തതാണ്. എന്നാൽ ആദ്യന്തരഹിതമായ ശുഭാനന്ദ രൂപം, ആദ്യന്തരഹിതമായ ശുഭാനന്ദ രൂപം ഈ ലോകത്തിലേക്ക് അവതാരമായി വന്ന ആ രൂപത്തെ അതിലേക്ക് പ്രതിഷ്ഠിക്കുമ്പോൾ ഈ ലോകത്തിലേക്ക് തിരോധാരമായി വന്ന ആ തിരുരൂപത്തെ അതിലേക്ക് പ്രതിഷ്ഠിക്കുമ്പോൾ അതിന്റെ വില എങ്ങനെ വർണ്ണിക്കാൻ കഴിയും? അതിന്റെ വില എങ്ങനെ വർണ്ണിക്കുവാൻ കഴിയും? ആരാലും വർണ്ണിക്കുവാൻ കഴിയില്ല. ആരാലും വർണ്ണിക്കുവാൻ കഴിയില്ല. അത് ഏറ്റവും വിലയേറിയ സത്യജീവിതം ചെയ്യുന്നവർക്ക് മാത്രമേ അത് ബോധ്യപ്പെടുകയുള്ളൂ. ഏറ്റവും വിലയേറിയ സത്യജീവൻ ചെയ്തവർക്ക് മാത്രമേ അത് ബോധ്യപ്പെടുകയുള്ളൂ. നമ്മുടെ ആത്മദീപം ആത്മദീപ മാതാവ് ഈ ഗോപുര നിർമ്മാണത്തിന് വേണ്ടി പലവിധ കാര്യങ്ങൾ ഒരുക്കുന്നുണ്ട്. ഗോപുര നിർമ്മാണത്തിന് വേണ്ടി പലവിധ കാര്യങ്ങൾ അതിന്റെ നേർച്ചയായി പല കാര്യങ്ങളും ഇവിടെ കൊണ്ടുവന്ന് അർപ്പിക്കും. അതിന്റെ നേർച്ചയായി പല കാര്യങ്ങളും ഇപ്പൊ മനോഹരമായ പല സാധനങ്ങളും വിലപിടിപ്പുള്ളത് ഇവിടെ കൊണ്ടുവന്ന് അർപ്പിക്കുമ്പോൾ പലതും കൊണ്ടുവന്ന് അർപ്പിക്കുമ്പോൾ പലരും ചോദിക്കും, അമ്മേ ഇതിന്റെ വില എന്തുവാ? പലരും ചോദിക്കും, അമ്മേ, അപ്പൊ ഇത് എവിടുന്നാ വാങ്ങിക്കുന്നത്, എങ്ങനെയാണെന്നൊക്കെ അറിയാൻ വേണ്ടി വിലയാണ് ആദ്യം തിരക്കുന്നത്. വിലയാണ് ആദ്യം തിരക്കുന്നത്. അപ്പൊ പറയും ഇതിന്റെ വില നിശ്ചയിക്കാൻ കഴിയില്ല, ഇതിന്റെ വില നിശ്ചയിക്കുവാൻ കാരണം ഇത് കഴിയില്ല. ഭഗവാന്റെ കൈ കൊണ്ട് തൊട്ട് കഴിഞ്ഞു, ഇത് ഭഗവാന്റെ കൈകൊണ്ട് അതുകൊണ്ട് ഇനി ഇതിന്റെ വില പറയാൻ പറ്റില്ല എന്ന് പറയും. ഇതിന്റെ വില പറയാൻ പറ്റില്ല. എന്തുകൊണ്ടാണത് പറയുന്നത്? എന്തുകൊണ്ടാണത് പറയുന്നത്? അതിന്റെ വില അറിയുന്നത് കൊണ്ടാണ്. അതിന്റെ വില അറിയുന്നത്. എന്തിന്റെ വില? എന്തിന്റെ വില? അത്യന്തരഹിതമായ ഈശ്വരൻ ലോകത്തിൽ വന്ന് വാഴുന്നതാണ് എന്റെ ഗുരു എന്ന സത്യം ആത്മാവിൽ അറിയുന്നത് കൊണ്ടാണ് അങ്ങനെ ചിന്തിക്കാനും പറയാനും കഴിയുന്നത്. ആദ്യന്തരഹിതമായ ഈശ്വരൻ ലോകത്തിൽ വന്ന് വാഴുന്നതാണ് എന്റെ ഗുരു എന്ന സത്യം ആത്മാവിൽ അറിയുന്നതുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കുവാനും പറയുവാനും കഴിയും. ആ വിധത്തിൽ ചിന്തയുണ്ടാകട്ടെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും. ചിന്തയുണ്ടാകട്ടെ നമുക്ക്. ആരോട് അടുത്താണ് നിങ്ങൾ ജീവിക്കുന്നതെന്നുള്ള ഓർമ്മയുണ്ടാകട്ടെ. ആരോട് അടുത്താണ് നമ്മൾ ജീവിക്കുന്നത്, ആരുടെ കർമ്മമാണ് ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്നതെന്ന് ഓർമ്മയുണ്ടാകട്ടെ. ആരുടെ കർമ്മമാണ് ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ ഭവനങ്ങളിൽ ജീവിക്കുന്നു, നമ്മൾ നമ്മുടെ ഭവനങ്ങളിൽ പക്ഷേ നിങ്ങൾ ഗുരുവിന്റെ ശിഷ്യരാണ്. നമ്മൾ ഗുരുവിന്റെ ശിഷ്യരാണ്. അത് സാധാരണ ഗുരുവല്ല, സാധാരണ ഗുരു. കലിയുഗാവതാരത്തിന്റെ ശിഷ്യരാണ്. കലിയുഗാവതാരത്തിന്റെ ആ മഹിമ നിലനിർത്തിക്കൊണ്ട് മഹിമയെ നിലനിർത്തി ആ മഹത്വപൂർണമായ ജീവിതം നയിച്ചെങ്കിലേ ഇതിന്റെ യഥാർത്ഥ വഴി നിങ്ങൾക്ക് അറിയുവാനും അനുഭവിക്കുവാനും കഴിയുള്ളൂ. മഹത്വപൂർണ്ണമായ ജീവിതം നയിച്ചെങ്കിൽ ഇതിന്റെ യഥാർത്ഥ വഴി നമുക്ക് അറിയുവാൻ അങ്ങനെ ജീവിക്കുവാൻ ജഗദീശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അങ്ങനെ ജീവിക്കുവാൻ ജഗദീശ്വരൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. ഉന്നതനാകുന്ന ദൈവത്തിന്റെ തിരുനാമത്തിൽ ഉന്നതനാകുന്ന ദൈവത്തിന്റെ ആ തിരുനാമത്തിൽ മഹാകർമ്മോടെ പൂർത്തീകരിക്കുവാൻ, ആ മഹാകർമ്മോടെ മഹാഗോപുരം പൂർത്തീകരിക്കുവാൻ മഹാഗോപുരം സർവശക്തി അനുഗ്രഹിക്കട്ടെ. സർവശക്തി അനുഗ്രഹിക്കട്ടെ. ആത്മദീപത്തെ ആയുരാരോഗ്യ സൗഖ്യത്തോടെ കരുതട്ടെ. ആത്മദീപ മാതാവിനെ സർവകർമ്മികളെയും സ്തപതികളെയും കരുതട്ടെ. കർമ്മികളെയും സ്തപതികളെയും കരുതട്ടെ. ഉന്നതനാകുന്ന ദൈവത്തിന്റെ നാമത്തിൽ ഉന്നതനാകുന്ന ദൈവത്തിന്റെ ഈ നാമത്തിൽ നടക്കുന്ന കർമ്മങ്ങളെല്ലാം ഉന്നത വിജയത്തിലെത്തുവാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. നടക്കുന്ന കർമ്മങ്ങളെല്ലാം ഉന്നത വിജയത്തിലെത്തുവാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. പ്രകൃതി തുണയായി നിൽക്കട്ടെ. ദേവീ ദേവന്മാരും ദൂതപരമ്പരകളും തുണയായി നിൽക്കട്ടെ. ഈ ദേവന്മാരും ദൂതന്മാരും സർവാത്മാക്കളും സന്തോഷയുക്തരായി ഇവിടെ എത്തിച്ചേരട്ടെ. സർവാത്മാക്കളും സന്തോഷയുക്തരായി ഇവിടെ ഇന്നേ എത്തിച്ചേരട്ടെ. ദിവസവും ഇന്നേ ദിവസവും ഈ ജന്മനക്ഷത്ര സ്തുതിയിൽ പങ്കെടുക്കുവാൻ വേണ്ടി ജന്മനക്ഷത്ര സ്തുതിയിൽ പങ്കെടുക്കുവാൻ വേണ്ടി വിവിധ ശാഖകളിൽ നിന്ന് സന്താനങ്ങൾ വന്നു ചേർന്നിട്ടുണ്ട്. വിവിധ ശാഖകളിൽ നിന്നും ഭഗവാന്റെ സന്താനങ്ങൾ വന്നു ഇന്ന് ചേർന്നിട്ടുണ്ട്. പെരിങ്ങിലിപ്പുറം, പെരിങ്ങലപ്പുറം, അമ്പലത്തുംഭാഗം, അമ്പലത്തുംഭാഗം, തൊടിയൂര്, തൊടിയൂര്, കരുനാഗപ്പള്ളി, കരുനാഗപ്പള്ളി, പള്ളികുന്നം, പള്ളികുന്നം, കുന്നം കുന്നം എന്നീ ശാഖകളിൽ നിന്നാണ് സന്താനങ്ങൾ വന്നിരിക്കുന്നത്. എന്നീ ശാഖകളിൽ നിന്നാണ് ഭഗവാന്റെ സന്താനങ്ങൾ അവരൊത്തിയേർന്നിരുന്നു കൊണ്ട് ജന്മനക്ഷത്ര സ്തുതി നടത്തട്ടെ. അവരൊത്തുകൾ നിന്നുകൊണ്ട് ജന്മനക്ഷത്ര സ്തുതി ഈ നടത്തട്ടെ. ആരാധന കഴിഞ്ഞാൽ എത്രയും വേഗം പോയി ആഹാരം കഴിച്ച് ആരാധന കഴിഞ്ഞാൽ എത്രയും വേഗം പോയി ആഹാരം
കഴിച്ച് നടക്കുന്ന സെമിനാറിൽ നിങ്ങൾ ഓരോരുത്തരും വന്ന് പങ്കെടുക്കണം. നടക്കുന്ന സെമിനാറിൽ ഓരോരുത്തരും വന്ന് കുറച്ചു പേരോട് ഇന്ന് സ്തുതിക്കുകയും ബാക്കിയുള്ളവർ സെമിനാറിൽ പങ്കെടുക്കുകയും ചെയ്യും. സെമിനാറിൽ പങ്കെടുക്കുകയും ചെയ്യും. അത് കഴിഞ്ഞ് രാത്രിയിലാണ് നാമസങ്കീർത്തന അർച്ചന. അത് കഴിഞ്ഞ് രാത്രിയിലാണ് വൈകുന്നേരം നമുക്ക് പ്രദക്ഷിണമുണ്ട്. അതെല്ലാം അതിന്റെ നിയമപ്രകാരം എല്ലാം നടക്കണം. എല്ലാം ഈശ്വരൻ സ്വീകരിക്കത്തക്കതായി വരട്ടെ. ഇപ്പോൾ നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് ഈ ആദർശത്തിൽ വിവിധങ്ങളായ കർമ്മ പദ്ധതികൾ, ആചാര അനുഷ്ഠാനങ്ങൾ രൂപപ്പെടുത്തി തന്നത് ആ തിരിച്ചു എഴുന്നള്ളി വാണിരുന്ന സമയത്താണ്. നമ്മളിപ്പോൾ ഈ ജന്മനക്ഷത്ര സ്തുതി നടത്തുമ്പോൾ താരാസ്തുതിയോട് നമുക്ക് ഒരു സാമ്യം തോന്നുന്നില്ലേ? അപ്പൊ താരാസ്തുതിയുടെ ഒരു രൂപം ഇതിനുള്ളിൽ വരുന്നുണ്ട്. നിങ്ങൾ പദയാത്രയായി ഇങ്ങനെ വരുമ്പോൾ തീർത്ഥാടകരായി വരുന്നതിന്റെ ഒരു ചിന്ത നിങ്ങൾക്ക് വരുന്നില്ലേ? അപ്പൊ തീർത്ഥാടനം 12 വെള്ളിയാഴ്ച സമാപനം അതിനുള്ളിൽ വരുന്നില്ല. ഇരുമുടിക്കെട്ടില്ലെന്നേ ഉള്ളൂ, ബാക്കി എല്ലാ കാര്യങ്ങളും അതിനുണ്ട്. അതുപോലെ വിവിധങ്ങളായ പദ്ധതികൾ ആവിഷ്കരിച്ചത് എല്ലാം ഈ ജന്മനക്ഷത്ര സ്തുതിക്കുള്ളിൽ, ജന്മനക്ഷത്ര ആഘോഷത്തിനുള്ളിൽ ജഗദീശൻ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളത് ഇതിന്റെ ഒരു സവിശേഷതയാണ്. അങ്ങനെ ചിന്തിക്കണം. ഓരോന്നും നല്ല രീതിയിൽ ചിന്തിച്ച് മനസ്സിലാക്കുകയും ആനന്ദിക്കുകയും ചെയ്യണം. അങ്ങനെ ചിന്തിച്ച് ആനന്ദിക്കുവാൻ ജഗദീശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഉന്നതനാകുന്ന ദൈവത്തിന്റെ നാമത്തിൽ ഇന്നും വന്നു ചേർന്നിരിക്കും നിങ്ങളെല്ലാം ഞാനിത് ദർശിച്ചിരിക്കുകയാണ്. നേർച്ച കാഴ്ചകളെല്ലാം സ്വീകരിക്കുന്നു, സർവരെയും അനുഗ്രഹിക്കുന്നു. സർവരാജ്യങ്ങളിലും ഈ അനുഗ്രഹവും ആനന്ദവും അനുഭവമാകുമാറാകട്ടെ. ആനന്ദവാഴ്ച, ആനന്ദവാഴ്ച, ആനന്ദരൂപന്റെ ആനന്ദവാഴ്ച, ആനന്ദവാഴ്ച.